ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ വെറും ഒരു ഫിക്ഷൻ സ്റ്റോറി മാത്രമാണ്, ഒരിക്കലുമല്ല. വർഷം 1939 സെപ്റ്റംബർ 1. നാർണിയയിലെ ചില യഥാർത്ഥ സംഭവങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ കഥ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപക ജോലിക്കിടയിൽ തന്റെ അടുത്ത കഥയെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്ന ലൂയിസിന്റെ വീട്ടിലേക്ക് പ്രതീക്ഷിക്കാതെ കുറച്ച് അതിഥികളെത്തി. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലമായിരുന്നതിനാൽ ലണ്ടനിൽ നിന്ന് ഓക്സ്ഫോർഡിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്യപ്പെട്ട കുട്ടികളായിരുന്നു അവർ. ആദ്യമൊക്കെ ഭയന്നിരുന്നവർക്ക് പിന്നീട് അതൊരു സ്വന്തം വീട് പോലെയായി. അങ്ങനെ ഇരിക്കെ ലൂയിസ് തന്റെ ജോലി കഴിഞ്ഞ് സ്ഥിരമായി വരുന്ന സെന്റ് മേരീസ് പാസേജിൽ എത്തിയപ്പോഴാണ് ആ വസ്തു ലൂയിസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. വളരെ നാളായി തന്റെ മനസ്സിൽ നിധി പോലെ കൊണ്ടു നടന്ന ഒരു കഥാപാത്രത്തിന്റെ അതേ രൂപം. സിനിമ കണ്ടവർക്ക് മറക്കാനാവാത്തൊരു കഥാപാത്രമാണ് തുംനസ്. അതിനോട് ചേർന്നുള്ള ഡോറിൽ സിംഹത്തോട് സാമ്യമുള്ള മറ്റൊരു രൂപവും അസ്ലൻ. ഓക്സ്ഫോർഡിന്റെ മെയിൻ അട്രാക്ഷനായ ലാംപ് പോസ്റ്റിനെ നാർണിയയുടെ ലാൻഡ്മാർക്കാക്കി മാറ്റാൻ ലൂയിസിന് പിന്നെ അധികം ചിന്തിക്കേണ്ടി വന്നില്ല. തിരികെ വീട്ടിലെത്തിയ ലൂയിസ് തന്റെ വീടിനോട് ചേർന്നുള്ള ആ കൊച്ചു കാടിനെ അവന്റെ നാർണിയയുടെ വലിയ ലോകം തന്നെ അതിൽ സൃഷ്ടിച്ചു. പിന്നീടുള്ള 7 പുസ്തകങ്ങൾ എഴുതാൻ പ്രേരിപ്പിച്ച നാർണിയ എന്ന വലിയ ലോകം. ഓക്സ്ഫോർഡിൽ എന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഇവയെല്ലാം സൂക്ഷിക്കപ്പെടുന്നു. അദ്ദേഹം താമസിച്ച വീടും ആ കാടും അദ്ദേഹത്തിന് ഇൻസ്പയർഡായി എന്ന് കരുതപ്പെടുന്നവയെല്ലാം. ലൂയിസിന്റെ കല്ലർ അന്വേഷിച്ചു പോയ ഞങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങളും കൂടി കാണാൻ സാധിച്ചു. ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവയെല്ലാം കാണാൻ വരുന്നുണ്ടെന്ന് വിസിറ്റേഴ്സ് ബുക്ക് നോക്കിയാൽ ഞങ്ങൾക്കത് മനസ്സിലായി.